മാന്യമഹാജനങ്ങളെ, ഇന്ന് തൃശ്ശൂരാണ്. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തൃശ്ശൂർ വേദിയാകുന്നത്. DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപൻ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ മുൻ MLA രാജാജി മാത്യു തോമസ് LDF-ന് വേണ്ടി മത്സരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിയെ എതിരിടാൻ വയനാട്ടിലേക്ക് പോയപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി NDAക്ക് വേണ്ടി തൃശ്ശൂരിലെത്തിയിരിക്കുക. എന്താണ് തൃശ്ശൂരുകാർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറയാനുള്ളത്? മാന്യമഹാജനങ്ങളെ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂരിലാണ് ഇപ്പോൾ മാന്യമഹാജനങ്ങളെ ഉള്ളത്. ഗുരുവായൂരിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ധാരാളം NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ നമുക്കൊപ്പം ചേരുകയാണ്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ മത്സരിക്കാനെത്തിയതോടെ ഇവിടുത്തെ പ്രവർത്തകരാകെ ആവേശത്തിലാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് അന്വേഷിക്കാം. മാന്യമഹാജനങ്ങളെ, നമ്മൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ബഹുമാന്യനായ, നമ്മുടെ എല്ലാം ആരാധനാപാത്രമായ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലെ MP. നമ്മുടെ ആരാധ്യനായ നരേന്ദ്രമോദി തൃശ്ശൂരിന് വേണ്ടി ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും ഇതിലും നല്ല ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് തൃശ്ശൂരിന് വേണ്ടി ഇനി കിട്ടാനില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഗുരുവായൂരിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അതായത് ഗുരുവായൂർ ഒരു തീർത്ഥാടന നഗരിയാണ്. വർഷങ്ങളായി ഇവിടെ ഒരു MP ഉണ്ടെങ്കിൽ പോലും ഒരു തുക പോലും ഗുരുവായൂരിന് വേണ്ടി വിനിയോഗിക്കാത്ത ഒരു MPയും MLAയും ഒരു ഗവൺമെൻറ്റുമാണ് ഇവിടെ ഉള്ളത്. ഈ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരാധ്യനായ നമ്മുടെ നരേന്ദ്രമോദി 2 പദ്ധതികളാണ്, പ്രധാനപ്പെട്ട 2 കേന്ദ്ര പദ്ധതികളാണ് ഗുരുവായൂരിന് വേണ്ടി തന്നിരിക്കുന്നത്. പ്രസാദം പദ്ധതിയും അമൃതം പദ്ധതിയും. വർഷങ്ങളായി ഈ അവഗണന അനുഭവിക്കുന്ന തീർത്ഥാടന നഗരിക്ക് വേണ്ടി വളരെ അനുഗ്രഹപൂർവമായ 2 പദ്ധതികൾ അദ്ദേഹം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. തീർച്ചയായും ആ പദ്ധതികളുടെ ഒരു തുടർച്ചയ്ക്ക് ഇവിടെ ഒരു NDA MP തന്നെ 1000 കോടിയാണ് ഒരു പ്രസാദം പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുന്നത്. ആ പദ്ധതിയുടെ ഇനി തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ NDAയുടെ ഒരു കാൻഡിഡേറ്റ് തന്നെ ഇവിടെ ജയിച്ചു വരണം. കൂടാതെ നമുക്കറിയാം, സുരേഷ് ഗോപിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വീകരണ മുറിയിലെ നമ്മുടെ ആരാധ്യനായ ഒരു MP തന്നെയാണ് അദ്ദേഹം. MP തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ജയിപ്പിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് മാന്യമഹാജനങ്ങളെ, ഇന്ത്യ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സമയത്ത് ലോകം മുഴുവൻ വണങ്ങി നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിനൊപ്പം എത്താൻ സാധിക്കാതെ പിന്നാലെ ഓടിക്കിതച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളുമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യം. ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നു. അത് ചർച്ച ചെയ്യപ്പെടുന്നത് വികസനം തന്നെയാണ്. ലോകത്തിന് മുന്നിൽ മുഴുവൻ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തുന്ന രീതിയിൽ സ്വച്ഛ് ഭാരത് ഉൾപ്പെടെ ഭാരതത്തിനെ അങ്ങേയറ്റം മുന്നോട്ട് നയിക്കുവാൻ സാധിച്ച പ്രധാനമന്ത്രിയും ഞങ്ങളുടെ മണ്ഡലത്തിന് തൃശ്ശൂർ പേരിൽ തന്നിരിക്കുന്നത് ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ്. ലോകം വണങ്ങുന്ന വികസന നായകൻ നരേന്ദ്രമോദി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് തന്നിട്ടുള്ള വ്യക്തി, സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി, കേരളം ആരാധിക്കുന്ന, ആദരിക്കുന്ന, അങ്ങേയറ്റം മനുഷ്യസ്നേഹിയായിട്ടുള്ള, അതിലുപരി കലാകാരനായിട്ടുള്ള, നിലവിൽ രാജ്യസഭ MP കൂടിയായിട്ടുള്ള ജനനായകനായ ശ്രീ സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ പേരിൽ നിന്ന് മത്സരിക്കുന്നത്. ജനങ്ങൾ ഏതു ഭാഗമെന്ന് ചിന്തിക്കുന്നില്ല. എല്ലാ തരം ആൾക്കാരും മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കേണ്ട ആവശ്യമില്ലാത്ത, ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സുരേഷ് ഗോപിയെ നമുക്ക് കിട്ടിയത്, തൃശ്ശൂർ പേരിനോട് കിട്ടിയത് നിലവിൽ MP ആയിട്ടാണ്. പക്ഷേ ഇനി അദ്ദേഹം ലോക്സഭ MP ആയിട്ട് മാറുന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആയിക്കൊണ്ട് ഇവിടെ വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാർക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല മനുഷ്യരാണ്, കൃത്യമായ വ്യക്തിത്വമുള്ളവരാണ്, സാംസ്കാരിക നഗരത്തിൻ്റെ വക്താക്കളാണ് അവർ. അവർക്കറിയാം ഒരു വോട്ടും പാഴാക്കാൻ പാടില്ലെന്ന്. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, ഭാവിയിലെ കേന്ദ്രമന്ത്രിക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യും താമര ചിഹ്നത്തിനുള്ളത് ഉറപ്പാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ അകലാട് നായാടി കോളനി കടപ്പുറം പഞ്ചായത്തിലുള്ള ഒരു
കോളനിയിൽ 1.25 കോടി രൂപ കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ട് ഇതുവരെ അത് നടപ്പിലാക്കാൻ പറ്റാത്ത കേരളത്തിൽ ഈ തൃശ്ശൂർ ജില്ലയുടെ MP അത് ഇവിടുത്തെ MLA പോലും അതിന് തടസ്സം നിന്നുകൊണ്ട് ഇതുവരെ അത് നടപ്പിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. മാന്യമഹാജനങ്ങളെ, ക്ഷേത്രനഗരിയായ ഈ ഗുരുവായൂരിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നൊരു സ്ഥലമാണ്. എന്നാൽ മൂക്ക് പൊത്താതെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ നടക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇവിടുത്തെ അഴുക്കുചാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനും NDAയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ വരുന്നതാണ് അഭികാമ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനുവേണ്ടി NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് അദ്ദേഹത്തെ ലോകസഭയിലേക്ക് ആനയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് ഇതുവരെ നമ്മൾ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ കേരളം പിശാചിൻ്റെ സ്വന്തം നാടാണ്. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന യഥാർത്ഥ ക്രിമിനലാണ്. ഇന്ന് ഗുരുവായൂരിൽ മാത്രമല്ല, നമുക്കറിയാം ഗുരുവായൂരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് CPMൻ്റെ ആളുകൾ ആദർശം കൊണ്ട് നേരിടേണ്ടത് ആയുധം കൊണ്ടാണ് CPM നേരിടുന്നത്. അതുകൊണ്ട് ഇനിയും ഇടതുപക്ഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടത് നട്ടലുള്ള ഒരു MP-യാണ്. ക്രമസമാധാന നില തകർന്ന ഈ കേരളത്തിൽ ക്രമസമാധാന നില വീണ്ടെടുക്കുവാൻ വേണ്ടി, ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഈ തൃശ്ശൂർ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി തന്നെ വിജയിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാന്യമഹാജനങ്ങളെ നമസ്കാരം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും തന്നെ സ്ത്രീ സുരക്ഷ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത് കേരളത്തിൽ അന്യം നിന്ന് വന്നിരിക്കുകയാണ്. സ്ത്രീജനങ്ങൾ വീട്ടിലായാലും പുറസ്ഥലങ്ങളിലായാലും എന്തിനെ പാർട്ടി ഓഫീസുകളിൽ പോലും അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവായ സുരേഷ് ഗോപിയുടെ കൈകൾ അദ്ദേഹം ഇതുവരെ അനുവർത്തിച്ചു പോന്നിരുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും സ്ത്രീ സുരക്ഷ ഉറപ്പാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സുരേഷ് ഗോപിക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ രാജാജി മാത്യു തോമസാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇനിയൊരു കഷ്ടിച്ച് കുറച്ച് ദിവസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഏതാണ്ട് 10-18 മണിക്കൂർ സമയം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഓരോ ദിവസവും ഏർപ്പെടുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. വളരെ ആവേശകരമായിട്ടുള്ള ആത്മവിശ്വാസം വളർത്തുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് നല്ല അംഗീകാരമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തെക്കുറിച്ച് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടിയിട്ടാണ് ഞാൻ. എന്താണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്, തൃശ്ശൂരിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം? കേരളത്തിൽ എല്ലായിടത്തും പൊതു രാഷ്ട്രീയം പറഞ്ഞ് തന്നെയാണ് LDF വോട്ട് ചെയ്യുന്നത്, വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും? തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടും ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. തൃശ്ശൂരിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപൻ്റെ പാർട്ടിയിലുമുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ NDAയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് എന്ത് ഉത്കണ്ഠയാണുള്ളത്? അത് അവരുടെ മാത്രം ഉത്കണ്ഠകളാണ്.
ആ ഉത്കണ്ഠകൾ അവർ തന്നെ പരിഹരിക്കുകയേ നിവർത്തിയുള്ളൂ. അതല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും എങ്ങനെ പരിരക്ഷിച്ച് ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചർച്ചാ വിഷയം. കാലാവസ്ഥ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഭയങ്കര കാലാവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഇത് ആഗോള താപനത്തിൻ്റെ കാലമാണ്. അപ്പോൾ കാലാവസ്ഥയെ നമ്മൾ സഹിച്ചേ മതിയാവൂ. പക്ഷേ നമ്മുടെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പൊതുവായിട്ടുള്ള ആവേശം നമുക്കും ഈ കാലാവസ്ഥ, ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കരുത്തും പ്രചോദനവും നൽകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പ് തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ആ ട്രെൻഡ് ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് രാജാജി മാത്യു തോമസ് വൻ ഭൂരിപക്ഷത്തോട് തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും. മാന്യമഹാജനങ്ങളെ, തൃശ്ശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് രാജാജി മാത്യു തോമസ് ഈ മണ്ഡലത്തിൽ നിന്ന് ചരിത്രം കുറിക്കുന്ന വിജയം നേടാൻ വേണ്ടി പോവുകയാണ്. LDF സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ്, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ജനകീയ ഇടപെടലുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ രാജാജി മാത്യു തോമസ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച വിജയം നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് രാജാജി മാത്യു തോമസ് ഉജ്ജ്വലമായ വിജയം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സുകളിൽ ഇന്ന് തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ അന്തരീക്ഷം. മാന്യമഹാജനങ്ങളെ, 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി രാജാജി മാത്യു തോമസ് ഉജ്ജ്വലമായ വിജയം നേടാൻ വേണ്ടി പോകുകയാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാന ലംഘനത്തിനെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരം രാജ്യത്താകെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ കോൺഗ്രസ്സാണ് ഇന്ന് ഈ രാജ്യത്തിന് ബദലായി എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്ക് കാണാൻ വേണ്ടി കഴിയും, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി അത്യുജ്വലമായ പ്രക്ഷോഭങ്ങൾ നിരന്തരമായി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ മുന്നേറ്റം രാജ്യത്താകെ ഉയർന്നു വരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത് പ്രതിഫലിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തൊഴിലാളികളും കർഷക തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും ആകെ തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം രാജ്യത്താകെ ഉയർന്നു വരികയാണ്. ആ പ്രക്ഷോഭത്തിനാകെ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. ആ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഈ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും 2004 ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. തീർച്ചയായും സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഈ തൃശ്ശൂരിൽ രാജാജി മാത്യു തോമസ് ഉജ്ജ്വലമായ വിജയത്തിലേക്ക് കടക്കുകയാണ്. ആ രീതിയിലേക്ക് ഈ വിജയം അത്യുജ്വലമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മെയ് മാസത്തിൽ റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ വിജയത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ എളിയവനായ ഞാൻ മത്സരിക്കുന്ന വിവരം വിനയത്തോടുകൂടി അറിയിക്കട്ടെ. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി ശ്രീ TN പ്രതാപനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രതാപേട്ട,
എങ്ങനെയാണ് പ്രചരണങ്ങളൊക്കെ പോകുന്നത്? വളരെ ആവേശത്തിലാണ്. ഒരു പ്രതീക്ഷിച്ചേക്കാൾ വളരെയേറെ ആളുകളുടെ കയ്യിൽ നിന്നും പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. ഇത് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഈ ചൂട് അതുകൊണ്ട് ഈ ആളുകളുടെ ഒരു സ്നേഹം കാരണം ചൂടൊന്നും അറിയുന്നില്ല. ഇപ്പം ഇന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 47-49 ഡിഗ്രി ചൂടുണ്ടെന്നുണ്ട്. ഭയങ്കര ചൂടാണ് അനുഭവിക്കുന്നത്. പക്ഷെ ആളുകൾ ഈ സ്നേഹവും സൗഹൃദവും അവർ ചൂട് വകവയ്ക്കാതെ വരികയാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ള ഇലക്ഷൻ ചൂട് 61 ഡിഗ്രിക്ക് മുകളിലായി. അപ്പോൾ പിന്നെ ഈ 49 ഡിഗ്രി ഒന്നും നമുക്ക് ഏൽക്കുന്നില്ല. പിന്നെ ആളുകളുടെ സ്നേഹച്ചൂട് വേറെയും. സ്നേഹച്ചൂടിന് എന്നേക്കാൾ വലിയൊരു ചൂട് വേറെ ഏൽക്കാനില്ല. അതുകൊണ്ട് ആ ഒരു ചൂടിൻ്റെ ആവേശത്തിലാണ്. BJP ആളുകൾ മാറ്റിയിടുകയാണ്. തുഷാര വെള്ളാപ്പള്ളി പോയി ഇപ്പോൾ സൂപ്പർ സ്റ്റാർ വന്നേക്കുന്നത്. അയ്യോ, സുരേഷ് ഗോപി ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടുപേരും പാർലമെൻറ്റ് കണ്ടുപിട്ടും. അദ്ദേഹത്തെ രാജ്യസഭയിലും ഞാൻ ലോകസഭയിലുണ്ടാകും. അപ്പോൾ ലോകസഭയുടെ രാജ്യസഭയുടെ ഇടയിലൊരു കോറിഡോറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലോകസഭയുടെ രാജ്യസഭയുടെ ഇടയിലുള്ള ക്യാൻറ്റീൻ ഉണ്ട്, കഫ്റ്റേരിയ ഉണ്ട്. അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടും. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിക്ക് അവിടെ വെച്ചിട്ടൊരു കൈ കൊടുക്കും. കാരണം അദ്ദേഹം തൃശ്ശൂർ കൂടി കുറച്ച് ദിവസം ഉണ്ടായ ആളല്ലേ, ഒരു 5-10 ദിവസം തൃശ്ശൂർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ലോകസഭയിലുണ്ടാകും, സുരേഷ് ഗോപി രാജ്യസഭയിലുണ്ടാകും. 100%. പ്രചരണത്തിൽ കഴിഞ്ഞ ദിവസം വടകര ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ തൃശ്ശൂർ വരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് തൃശ്ശൂർ? വളരെ നല്ല കാലാവസ്ഥയാണ്. പുറത്ത് ചൂടാണെങ്കിലും എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ നല്ല എല്ലാവരും ഇങ്ങോട്ടാണ് പറയുന്നത്. പ്രതാപൻ അങ്ങോട്ട് പോയിക്കുന്നതിന് മുമ്പ് എല്ലാ വോട്ടും ഞങ്ങൾ പ്രതാപനാണ് പ്രാവശ്യം എന്നാണ് പറയുന്നത്. വളരെ ഞങ്ങൾ ഇന്നലെ വയനാട് നിന്നാണ് വരുന്നത്. അപ്പോൾ വയനാട്ടിലത്തെ ആ ഒരു ഓളം തീർച്ചയായും കേരളം മൊത്തം ഉണ്ടാവും എന്നുള്ളതാണ്. കാറ്റ് മുഴുവൻ ഇങ്ങോട്ടേക്ക് വീശും തീർച്ചയായിട്ടും. അങ്ങനെ പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലേ? വയനാട് രാഹുൽ ഗാന്ധി വന്നതോടുകൂടി വയനാട്ടിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന വയനാടൻ കാറ്റ് അത് തൃശ്ശൂർ വഴി ഇങ്ങനെ പോയി തിരുവിതാംകൂറിലെത്തി തിരുവനന്തപുരത്ത് കൂടെ അത് കടന്ന് പോകും. അതിൻ്റെ ഒരു ചൂടും ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലുണ്ടായിരുന്നു. കരുത്തനായ TN പ്രതാപനിലൂടെ എന്ത് വില കൊടുത്തും ഇക്കുറി തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് തൃശ്ശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. മറ്റ് രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കാണാം. മാന്യമഹാജനങ്ങളെ, ഈ ഏവന്നൂർ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ സ്ഥാനാർത്ഥി TN പ്രതാപൻ നമുക്കറിയാം കേരളത്തിന്റെ തീരദേശത്തെ, തൃശ്ശൂരിന്റെ തീരദേശത്തെ ഒരു പൊൻതീരമാക്കി മാറ്റിയ, സ്നേഹതീരമാക്കി മാറ്റിയ ശ്രീ പ്രതാപൻ നമ്മുടെ തൃശ്ശൂരിനെയും ഒരു സ്നേഹതീരമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്കറിയാം ഹരിത MLA എന്നറിയപ്പെട്ടിരുന്ന ശ്രീ പ്രതാപൻ കേരള നിയമസഭയിലെ ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത, ഭാവനാപൂർണമായ കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആദർശനിഷ്ഠ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ സ്നേഹരാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ സൗമ്യ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ വിനീത രാഷ്ട്രീയം, വിനയാനിതനായ ശ്രീ പ്രതാപൻ ആയിരിക്കട്ടെ നമ്മുടെ തൃശ്ശൂരിന്റെ, നമ്മുടെ പാർലമെന്റിലെ പ്രതിനിധി. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇവിടെ വന്നിട്ടുള്ളത്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കുന്നത് TN പ്രതാപൻ 3 തവണ ഇവിടെ MLA ആയി, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് MLA ആയി കഴിവ് തെളിയിച്ച, ഭരണസാരഥ്യം തെളിയിച്ച ശക്തനായ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം തീർച്ചയായും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുറ്റത്ത് വന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ കരുത്തനായ സാരഥി നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ TN പ്രതാപനാണ്. തൃശ്ശൂരിൻ്റെ പ്രത്യേകത അനുസരിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ തൃശ്ശൂർ UDFന് കൈവിട്ടുപോയ ഒരു മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് TN പ്രതാപനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. തീർച്ചയായും അത് ഈ തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ജനങ്ങൾ തിരിച്ചു പിടിക്കും എന്ന ഒറ്റ വാക്കിൽ അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മാന്യമഹാജനങ്ങളെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ TN പ്രതാപനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ തന്നെ പൊതുരാഷ്ട്രീയത്തിനകത്ത് പ്രവർത്തിച്ച് ഇവിടെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ TN പ്രതാപൻ. കേവലം 10-15 ദിവസത്തേക്ക് ഇവിടെ കൈവീശി വോട്ട് ചോദിക്കാൻ വന്ന ഒരു അഭയാർത്ഥിയല്ല അദ്ദേഹം, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതോടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മാന്യമഹാജനങ്ങളെ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരങ്ങളുടെ നാടായ, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലം മികച്ച സംഘാടകനും
ജനങ്ങളുമായി വളരെയധികം സൗഹൃദം സൂക്ഷിക്കുന്ന ആളുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മതേതരത്തിൻ്റെ ഒരു സൃഷ്ടിച്ചുകൊണ്ട് തന്നെ എല്ലാവരുമായി ഇടപഴകിക്കൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥിയായ നമ്മുടെ ടി എൻ പ്രതാപൻ തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നിന്നും പ്രിയൻ പ്രതാപനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഞങ്ങൾ പാർലമെന്റിലേക്ക് അയക്കുമെന്ന് ഇതിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വികസനവും രാഷ്ട്രീയവും അടക്കം ഒട്ടനവധി വിഷയങ്ങളാണ് 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൃശ്ശൂരിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നാട്ടിലെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമഹാജനങ്ങളിലൂടെ പങ്കുവച്ചു കഴിഞ്ഞു. മാന്യമഹാജനങ്ങൾ ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകുകയാണ്. അവിടെ കാണാം.